മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പർവ്വത പ്രസംഗങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദൈവത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് ഇതിലെ പ്രമേയം. ഇതിലെ ഓരോ വാക്യങ്ങളും നാം വായിക്കുമ്പോൾ ആഴമേറിയ അർത്ഥങ്ങളാണ് അതിനുള്ളത്. ദൈവരാജ്യത്തെ സംബന്ധിച്ച് കർത്താവ് വളരെ കൃത്യമായ അറിവാണ് നമുക്ക് ഈ വാക്കുകളിലൂടെ നൽകുന്നത്. ദൈവരാജ്യത്തിൻ്റെ അവകാശികളാരാണ്? സ്വർഗരാജ്യത്തിൽ ആരൊക്കെയാണ് പോകുന്നത്? സ്വർഗത്തിൽ പ്രവേശനമുള്ളത് ആർക്കൊക്കെയാണ്? അതേപോലെ തന്നെ സ്വർഗരാജ്യം ഏതിനോടൊക്കെ ഉപമിക്കുവാൻ സാധിക്കും? മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ സ്വർഗരാജ്യം ഏതിനോടൊക്കെ ഉപമിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി കർത്താവ് സംസാരിക്കുന്നുണ്ട്. സ്വർഗരാജ്യത്തെ സംബന്ധിച്ച് ദൈവം നൽകുന്നതായ കൃത്യമായ അറിവുകൾ നാം ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്നത്രേ. സ്വർഗരാജ്യത്തെ സംബന്ധിച്ചുള്ള അറിവുകളും കാഴ്ചപ്പാടുകളും പലപ്പോഴും വികലമാണ് എന്ന് നാം സമ്മതിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ദൈവത്തിൻ്റെ മുൻപാകെ നിയമങ്ങളും നീതിയും വളരെ കൃത്യമാണ്. ഉദാഹരണമായി, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്നുള്ളതായ ദൈവനീതിയും
രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ളതായ ദൈവനീതിയും നോക്കുക. ദൈവം അതിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ദൈവരൂപത്തിലിരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ താണലോകത്തിലേക്കൊരു മനുഷ്യനായി ജനിച്ചു വീഴുവാൻ ഇടയാക്കിയിട്ട് പരിപാവനമായ അവിടുത്തെ രക്തം ദൈവനീതിയുടെ മുൻപാകെ ഒഴിച്ച് ആ ദൈവനീതി നിറവേറ്റി. അത്രമാത്രം കൃത്യമായ കാര്യങ്ങൾ ദൈവനീതിക്ക് വേണ്ടി ചെയ്യുന്നവനാണ് ദൈവം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, സ്വർഗരാജ്യത്തെ സംബന്ധിച്ചുള്ളതായ ദൈവപ്രമാണവും വളരെ കൃത്യമായി ദൈവം നിറവേറ്റുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ദൈവവചനം ഇങ്ങനെ പറയുന്നു, മനുഷ്യർ കണ്ണിന് കാണുന്നത് നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെയാണ് നോക്കുന്നത്. മത്തായി സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അതേപോലെ തന്നെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അങ്ങനെ കർത്താവ് തൻ്റെ പ്രസംഗമധ്യേ സ്വർഗരാജ്യം ആർക്കു വേണ്ടിയുള്ളതാണ് എന്ന് വളരെ കൃത്യമായി പലയിടങ്ങളിലായി പ്രഖ്യാപനം ചെയ്തിട്ടുണ്ട്. സ്വർഗരാജ്യത്തെ സംബന്ധിച്ച് പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകൾ വികലമാണ് എന്ന് സമ്മതിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസികൾ എല്ലാവരും സ്വർഗരാജ്യത്തിൽ പോകും, ഈ ലോകത്തിനപ്പുറമായി സ്വർഗരാജ്യം അവർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ദൈവം അതിന് കൃത്യമായ പ്രമാണങ്ങൾ വെച്ചിട്ടുണ്ട്. ആ പ്രമാണങ്ങൾ പാലിക്കപ്പെടാത്ത ഒരു വ്യക്തിക്കും സ്വർഗരാജ്യത്തിൽ പോകുവാൻ സാധ്യമല്ല എന്ന് കാണുവാൻ കഴിയും. അതിൽ പ്രഥമവും പ്രധാനവുമായിട്ടുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ വിശ്വാസത്താൽ പ്രാപിക്കുക എന്നുള്ളത് തന്നെയാണ്. യേശുക്രിസ്തുവിനെ കൈക്കൊള്ളാത്ത ഒരു വ്യക്തിക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ദൈവവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമില്ലാതെ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പേർക്ക് മരിച്ചുവെന്നും അവിടുത്തെ പരിപാവനമായ രക്തം എൻ്റെ പേർക്ക് ദൈവനീതിയുടെ മുൻപാകെ ഒഴിച്ചു എന്നും പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കാണ് രക്ഷിക്കപ്പെടുവാൻ സാധിക്കുക. അങ്ങനെ രക്ഷിക്കപ്പെട്ടതായ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ദൈവവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പർവ്വത പ്രസംഗത്തിൽ പ്രാരംഭമായി ഓർമ്മിപ്പിക്കുന്നത്. അതെന്താണ്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്താണ് ആത്മാവിൽ ദരിദ്രരാകുക എന്ന് പറഞ്ഞാൽ? ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണമില്ലാതെ വരുന്നതായ ഒരു സ്ഥിതിയാണ്. കയ്യിൽ പണമില്ലാതെ വരിക, പണത്തിൻ്റെ അഭാവം, പണത്തിൻ്റെ ദൗർലഭ്യം, പണത്തിൻ്റെ കുറവ് എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. പണത്തിൻ്റെ കുറവുള്ളതായൊരു വ്യക്തി തൻ്റെ എല്ലാ ജീവിതത്തിലും മിതത്വം പാലിക്കും. ധാരാളിത്തമില്ലാതെ ആവശ്യമില്ലാത്ത ചെലവുകളെല്ലാം വെട്ടിച്ചുരുക്കി വളരെ അടങ്ങി ഒതുങ്ങി മിതമായ രീതിയിൽ ചെലവിട്ടുകൊണ്ട് വളരെ ചുരുങ്ങിയ നിലയിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ദരിദ്രൻ. അദ്ദേഹത്തിന് വലിയ സമ്പത്തുക്കളില്ല, വലിയ സമ്പാദ്യങ്ങളില്ല, ആർഭാടങ്ങളില്ല, ദാടിമോടിയില്ല. അങ്ങനെ എല്ലാ നിലയിലും താൻ വളരെ എളിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കുവാൻ കഴിയും. കാരണം കയ്യിൽ പണമില്ല, സമ്പത്തില്ല, ബാങ്ക് ബാലൻസ് ഇല്ല. അങ്ങനെ വരുമ്പോൾ എല്ലാ നിലയിലും അദ്ദേഹത്തിൻ്റെ ജീവിതം അത് മറ്റുള്ളവരുടെ മുൻപാകെ വിളിച്ചറിയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ആത്മാവിൽ ദരിദ്രരാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബാഹ്യമായ കാര്യങ്ങളെക്കാൾ ഉപരിയായി അന്തരാത്മാവിൽ ആത്മീയമായ ദാരിദ്ര്യത്തെ പറ്റിയുള്ളതായ ചിന്ത, ഭൗതികമായ സ്വത്തിനെ പറ്റിയുള്ളതല്ല, ഈ ലോകത്തിലെ പണം സമ്പാദിക്കുന്നതിനെ പറ്റിയുള്ളതല്ല. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ സംബന്ധിച്ചും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും താൻ വളരെയധികം ബോധവാനായിട്ട് ഏറ്റവും എളിമപ്പെട്ട് ജീവിക്കുന്ന, ലോകത്തിൻ്റെ മുൻപാകെ ആത്മാവിൽ എളിമ പ്രദർശിപ്പിക്കുന്ന, മറ്റുള്ളവരുടെ മുൻപാകെ തന്നെത്താൻ എളിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വം, അങ്ങനെയുള്ളതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് ദൈവവചനം പറയുന്നത്
ആത്മാവിൽ അവർ ദരിദ്രരാണ് എന്നുള്ളത്. അവരിലാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ കാണുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ ഉള്ളത് എന്ന് കാണുവാൻ കഴിയും. എന്തൊക്കെയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ നിലയിലുള്ളതായ ആത്മാവിൻ്റെ ഫലങ്ങൾ അവരിലുണ്ടാവും. ഈ ഫലങ്ങൾ ആരിലൊക്കെ ഉണ്ടോ അവർക്കാണ് ദൈവരാജ്യത്തിൽ പ്രവേശനമുള്ളത് എന്ന് ദൈവവചനം വളരെ കൃത്യമായി നമ്മെ അറിയിക്കുന്നു. യഥാർത്ഥമായി കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി യഥാർത്ഥമായി വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ ഈ സ്വഭാവങ്ങളെല്ലാം പ്രകടമാവും. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന നല്ലൊരു ശതമാനത്തിനും ഈ സ്വഭാവങ്ങൾ കാണുവാൻ സാധിക്കുന്നില്ല. ആത്മാവിൻ്റെ ഗുണങ്ങൾ അവരിലൊന്നും കാണുവാൻ കഴിയുന്നില്ല. മത്തായി സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു വളരെ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാണ് ഞാൻ പ്രാരംഭത്തിലെ ഓർമ്മിപ്പിച്ചത്. ദൈവത്തിൻ്റെ നീതിയും നിയമങ്ങളും വളരെയധികം കർശനമായിട്ടുള്ളതാണ്. എന്താണ് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി? അവർ പുറമേയുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അകമേയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യമില്ല. കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകമെല്ലാം വളരെ വൃത്തിഹീനമായിരിക്കുന്നു. വെള്ളതേച്ച ശവക്കല്ലറുകൾ പോലെ ബാഹ്യമായി എല്ലാം മനോഹരമാണ്, പക്ഷേ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും മലീമസമായിരിക്കുന്നു. ഈ വചനം ലോകത്തോട് വിളിച്ചു പറയുന്ന വലിയൊരു സത്യമുണ്ട്. വിശ്വാസികളെന്ന് പറയുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളല്ല. എല്ലാവരും സ്വർഗരാജ്യത്തിൽ പോകുന്നില്ല. ശാസ്ത്രിമാരെപ്പോലെയോ പരീശന്മാരെപ്പോലെയോ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുകയും ഹൃദയം മുഴുവൻ അതിഭീകരമായ മലീമസമായ നിലയിലായിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയും സ്വർഗരാജ്യത്തിൽ പോകുന്നില്ല. വെള്ളതേച്ച ശവക്കല്ലറകൾ പോലെ പുറമേ നോക്കുമ്പോൾ ഏറ്റവും മനോഹരവും അകമേ ഏറ്റവും മലീമസവുമായിരിക്കുന്ന നിലയിലുള്ള വ്യക്തിജീവിതങ്ങളാണെങ്കിൽ ഒരിക്കലും സ്വർഗരാജ്യത്തിന് അവകാശിയാകുകയില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു വളരെ കൃത്യമായി പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, വിശ്വാസികളാണെന്ന് നാം അഭിമാനിച്ച് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി ഞാൻ മാറുമോ എന്നുള്ളത് നമ്മെപ്പറ്റി ചിന്തിക്കണം. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്ന ആത്മാവിലെ ദാരിദ്ര്യാവസ്ഥ അത് നമുക്കുണ്ടോ എന്ന് നാം സ്വയം ശോധന ചെയ്യണം. വാസ്തവത്തിൽ നാം എന്താണ് ചെയ്യുന്നത്? ദൈവവചനം അരച്ച് കലക്കി കുടിച്ച് അതിൻ്റെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ മനസ്സിലാക്കി നാം മറ്റുള്ളവരെ ഉപദേശിക്കുന്നു, നാം പഠിപ്പിക്കുന്നു. പക്ഷേ അവരുടെ മുൻപാകെ ജീവിതത്തിൽ പാലിച്ചു കാണിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നാം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്നോ ഉന്നതരാണെന്നോ ബഹുമാനിക്കപ്പെടേണ്ടവരാണെന്നോ ഒക്കെ നാം ധരിച്ചു വശായിരിക്കുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു വളരെ കൃത്യമായി പറയുകയാണ്, നാം പരീശന്മാരെ പോലെയോ ശാസ്ത്രിമാരെ പോലെയോ മറ്റുള്ളവരുടെ മുൻപാകെ നമ്മെ തന്നെ ഉയർത്തി കാണിക്കുകയും നാം എളിമപ്പെടാതെ ദൈവവചനം പറയുന്ന മാനദണ്ഡത്തിനനുസരണമായി നാം താഴേക്കിറങ്ങി വരാതെ നാം ഏറ്റവും ഉന്നത സ്ഥാനത്തിരുന്നു കൊണ്ട് ഞാൻ ഏറ്റവും വലിയ വിശ്വാസിയാണെന്നും വചനം നന്നായി ഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയാണെന്നും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണെന്നും ഒക്കെ വിചാരിച്ച് നാം ഉന്നത സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നുവെങ്കിൽ ദൈവവചനം പറയുകയാണ്, നീ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയല്ല, നീ ദൈവരാജ്യത്തിന് അവകാശിയാവുകയില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ താഴ്ത്തി ഏൽപ്പിക്കാം, എളിമപ്പെടുത്താം. മറ്റുള്ളവരുടെ മുൻപാകെയുള്ളതായ നമ്മുടെ ഉന്നത ഭാവം എല്ലാം മാറ്റിവെച്ചിട്ട് ഞാൻ ഏറ്റവും എളിമപ്പെട്ടവനാണ്, ആത്മാവിൽ ദരിദ്രനാണ് എന്നുള്ള ചിന്ത നമ്മെ എപ്പോഴും ഭരിക്കുവാനിടയാകട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് രാവിലെ ഞങ്ങൾ ചിന്തിച്ചതുപോലെ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ.
പലപ്പോഴും കർത്താവെ, ഞങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെന്നും ഞങ്ങൾ ഉന്നതരാണെന്നും ശ്രേഷ്ഠരാണെന്നും ഒക്കെ ഞങ്ങൾ മറ്റുള്ളവരുടെ മുൻപാകെ ഞങ്ങളെ തന്നെ ഉയർത്തി ചിന്തിക്കുന്ന ഒരു നില പലപ്പോഴും ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ കർത്താവെ, ഞങ്ങൾ അവിടുത്തെ മുൻപാകെ ഞങ്ങളെ സ്വയം താഴ്ത്തുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും എളിമപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ കർത്താവെ. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിഞ്ഞു വരുന്ന ദൈവസ്നേഹത്തിൻ്റെ ഉടമകളായി തീരുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എളിമപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിൻ്റെ മുൻപാകെ അങ്ങനെ വലിയൊരു സാക്ഷ്യം നേടിയവരായി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ കർത്താവെ. അങ്ങനെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.